നിയമത്തിന്റെ കണ്ണിൽ MLA എന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ല. എല്ലാവരും തുല്യരാണ് ആർട്ടിക്കിൾ 14 പ്രകാരം. ഇതിലിപ്പം രാഹുൽ മാങ്കൂട്ടം MLA ആണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് പ്രകാരം ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ബന്ധപ്പെട്ട ഡിറ്റൻഷൻ ആണെങ്കിൽ ഡിറ്റൻഷൻ നടത്തിയ വിവരം നിയമസഭയെ അറിയിക്കുക എന്നുള്ളതാണ്. ആ ചുമതല മാത്രമാണുള്ളത്. മറിച്ച് നിയമസഭയുടെ പെർസിങ്സിനകത്ത്, നിയമസഭയുടെ ഉള്ളിൽ നിയമസഭ ഹോസ്റ്റലോ നിയമസഭക്കകത്തോ വെച്ച് അറസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ സ്പീക്കറുടെ അനുമതി ആവശ്യമുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇനി അതിന്റെ ഫോർമാലിറ്റി റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സിന്റെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. ഈ ഗുരുതരമായ കുറ്റങ്ങളാണ്. നിയമസഭാ സാമാജികൻ എങ്ങനെ പെരുമാറണമെന്ന കൃത്യമായ ചട്ടങ്ങളുമൊക്കെ ഉണ്ട്. എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതിയോ ആ രീതിയിൽ മൂവ് നടക്കുന്നുണ്ട്. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. ഇത് സ്വാഭാവികമായി ഇത് ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിൽ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് ഞങ്ങൾ മൂവ് ചെയ്യും. പരാതി കിട്ടിയാൽ മാത്രമാണ്. അത് പരാതി ലഭിക്കുമോ ചില ആൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് MLA മാർ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ആ നിലയിൽ മൂവ് ചെയ്യും. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനും മറ്റ് കാര്യങ്ങളും അത് ലീഗൽ പോയിന്റ്, ലീഗൽ എക്സ്പേർട്സുമായി ഞങ്ങൾ ചർച്ച ചെയ്യും. ഇത് ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഡിഫക്ഷന് സാധ്യതയുണ്ടോ എന്നുള്ളത് ലീഗൽ എക്സ്പേർട്സുമായി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനിക്കും. അതൊക്കെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതല്ല. അതിലിപ്പോൾ സ്പീക്കർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അവരുടെ പാർട്ടിക്ക് ആരെയും പുറത്താക്കാനും എടുക്കാനും തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ഒരു വലിയ പാർട്ടി എന്ന നിലയ്ക്ക് അവരെ പുറത്താക്കി. അതിൽ സ്പീക്കർക്ക് റോളില്ല. ഇപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ ചോദ്യം ഡിഫക്ഷൻ ആണെങ്കിൽ അതിൽ ഞങ്ങൾ ലീഗൽ എക്സ്പേർട്സുമായി കൂടിയാലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, അത് തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. പക്ഷേ ഞങ്ങൾക്കും നിയമത്തിനടി ഉള്ളിൽ നിന്നുകൊണ്ടേ പെരുമാറാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിയമവിദഗ്ധന്മാരുമായി കൂടിയാലോചിച്ച് വേണ്ട തീരുമാനമെടുക്കും.